വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഡോട്ട്സ്. ഞാൻ ഇന്നിവിടെ സ്പെഷ്യലായിട്ടുള്ളൊരു ബിരിയാണിയാണ് കാണിക്കാൻ പോകുന്നത്. ഈ ബിരിയാണി എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ്, സിമ്പിളാണ്, ഈസിയാണ്. അതിന് വേണ്ടി ഞാനിവിടെ 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, അതുപോലെ ഒരു 2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് സോൾട്ട്, ഒരു 1.5 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയും സംഭവങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് കൂടാതെ ഒരു 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ. ഇത്രയും ആഡ് ചെയ്തൊന്ന് നല്ലപോലെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ ഒരു 3-4 പച്ചമുളക് ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 3-4 മണിക്കൂർ, അതിൽ കൂടുതൽ ടൈം വെച്ചാലും കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ വെക്കാം. ഇന്നിപ്പോൾ നമ്മൾ 2ആയി തരംതിരിച്ച് ഓണിയൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ടുള്ള ഓണിയൻ ഒരു പ്ലേറ്റിലെടുക്കാം. മറ്റേ ബൗളിൽ നമുക്കൊരു 1 ഓണിയൻ കട്ട് ചെയ്തിട്ട് വെക്കാം. നമുക്കൊരു പാന് വെച്ച് അതിലേക്ക് 3 or 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കാം. ഇനി അതിലേക്ക് നമുക്ക് നമ്മളെ മസാലക്ക് വേണ്ട ഓണിയൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം അത് ലൈറ്റ് ബ്രൗൺ കളർ ആവുകയോ വേണ്ടൂ. പെട്ടെന്ന് തന്നെ നമുക്ക് കോരിയെടുക്കാം. നിങ്ങൾക്ക് കാണിച്ചു തരാം, വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു ടൈപ്പ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോരി മാറ്റാം. നല്ലപോലെ ഡാർക്ക് ആകാൻ പാടില്ല. അതുപോലെ ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി മാറ്റി വെച്ചിരിക്കുന്ന മറ്റേ ഓണിയനും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല ഡീപ്പ് ഫ്രൈ ആകണം. നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ആൽമണ്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മുന്തിരിയും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആകുന്ന ടൈമിൽ കോരിയെടുക്കാം. ഇതിപ്പോൾ ഗാർണിഷിന് വേണ്ടുന്ന ഓണിയനാണ്. ഇതിപ്പോൾ നമുക്ക് മസാലയ്ക്ക് വേണ്ടുന്ന ഓണിയനാണ്. ഇതുപോലെ 2 സെപ്പറേറ്റ് ആക്കി എടുക്കണം. നമുക്കൊരു പാന് വെച്ച് അതിലേക്ക് ഈ മസാല റെഡിയാക്കാം. അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച എല്ലാ ചിക്കനും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ക്ലോസ് ചെയ്ത് ഒരു 5 to 10 മിനിറ്റ്സ് ഒന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ കുക്കായിട്ടുണ്ട്. നമുക്കിനി ഓപ്പൺ ചെയ്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഫ്രൈ ചെയ്ത അതിലും ടേസ്റ്റ് ഉണ്ടാവും ഈ ചിക്കൻ. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കാൻ ശ്രമിക്കണം ഈ ഗ്രേവി ഉണ്ടാക്കാൻ. ഇല്ലെങ്കിൽ അതിൽ അടിയിൽ സ്റ്റിക്കായി നിൽക്കും. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 1 ടൊമാറ്റോയും കൂടി കട്ട് ചെയ്തിട്ട് മുകളിലായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് ഒരു 2 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഓപ്പൺ ചെയ്ത് ഇതൊന്ന് സ്പൂൺ വെച്ചൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തവ വെച്ചൊന്ന് ഇങ്ങനെ ഉടച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയ്ക്ക് വേണ്ടുന്ന ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഓണിയൻ നമുക്കിതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം സ്പൂൺ വെച്ചിട്ട്. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച് ഒരു 4 to 5 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായി ഒരല്പം കൊറിയാണ്ടർ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സെയിം പാനിൽ ആ സെയിം ഗീ തന്നെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. അതിലേക്ക് നമുക്കൊരല്പം ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതുപോലെ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 2 കപ്പ് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്തതിന് 2 മിനിറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്യാം. അതിന് ശേഷം നമുക്കൊരു 2 കപ്പ് റൈസിനാണ് ഞാനിവിടെ 4 കപ്പ് ഹോട്ട് വാട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് സോൾട്ടും ഇട്ട് അതിലേക്കൊരു 1/2 ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് ബോയിൽ ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ ഡ്രൈ ആയി വരുന്ന ടൈമിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യാം. ക്ലോസ് ചെയ്ത് ഒരു 4 to 5 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ ഒന്നുകൂടി ക്ലോസ് ചെയ്ത് ഒരു 2 or 3 മിനിറ്റ്സ് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ റൈസ് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദം ഇടുന്ന പരിപാടി നോക്കാം. അതിന് വേണ്ടി നമുക്ക് ഓറഞ്ച് ഫുഡ് കളർ ഒരല്പം മിൽക്കിൽ മിക്സ് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾക്ക് ഫുഡ് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയിൽ ഇതുപോലെ ചെയ്താലും മതി. ഇനി നമുക്കൊരു ബൗൾ വെക്കാം. ഇത് ദമ്മിടാൻ വേണ്ടി ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നമുക്ക്
ഈ മസാല ഇട്ട് കൊടുക്കാം. ഗ്രേവി ചിക്കൻ്റെ അതിട്ടതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലായി ഒരു ലെയർ ചോറിട്ട് കൊടുക്കാം. ചോറിട്ടതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലായി ഈ ഫുഡ് കളർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ, അതുപോലെ നട്ട്സ്, മുന്തിരി ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതേപോലെ ഒന്നുകൂടി നമുക്ക് അതിൻ്റെ മുകളിലായി റൈസ് ഇട്ട് സെയിം ടെക്സ്ചറിൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് ഒരു വലിയ വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം, ഒരു പാത്രമോ എന്തെങ്കിലും ഒന്ന് നമുക്ക് അതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കാം. നമുക്കൊരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ച് വെച്ച് അതുപോലെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി ഓപ്പൺ ചെയ്യാം. നല്ല ടേസ്റ്റി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.